അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറിയ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവധി ദിവസമാണ്, വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ നന്നായിട്ട് മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകി ശേഷം ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകണം. നല്ല മെസ്സായി കിടക്കുകയാണ് അടുക്കളയെല്ലാം. അപ്പം അതെല്ലാം വൃത്തിയാക്കണം. ആദ്യം എനിക്ക് സ്ലാവിൻ്റെ പുറം നല്ല നീറ്റായിരിക്കണം, എങ്കിലേ എനിക്ക് കിച്ചണിൽ ജോലി ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ആദ്യം തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം എൻ്റെ പണികളെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ ജോലി ഒതുങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ എഴുന്നേറ്റ് നമ്മൾ പണിയൊക്കെ നേരത്തെ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമുള്ള പോലെ നമുക്ക് തോന്നും. നമുക്കൊരുപാട് സമയം കിട്ടുന്ന പോലെ തോന്നും നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് മുളക് കറിക്കുള്ളതും ആക്കി പണികൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചീനിയും കഞ്ഞിയും മുളക് കറിയായിരുന്നു. ശേഷം ഞാൻ റൂമിലേക്ക് വന്നു. ജോലിയെല്ലാം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് റൂമിൽ വന്ന് ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് റൂമിലുണ്ട്. മക്കളുമാരുടെയാണ് കേട്ടോ. അവരിങ്ങനെ ഒപ്പിച്ച് ഓരോന്ന് കൊണ്ടിടും. ഫുഡ് കൊടുക്കാതെ ഒരുപക്ഷെ എനിക്ക് സമയം ചില നേരങ്ങളിൽ കിട്ടാറില്ല. അപ്പം ഇതൊന്നെങ്കിൽ ഫുഡ് ചെല്ലാതെ ചിലത് ചത്തും, ചിലത് വെള്ളം മാറ്റാതെ ചത്തും. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം കുറേ മണി പ്ലാന്റുകൾ, ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ ചെടികളാണ് കേട്ടോ. ഇപ്പം നോക്കാൻ ഒട്ടും സമയമില്ല. ഇപ്പം ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാട് കയറി കിടക്കുന്നത്. മറ്റേ ഞാൻ ഓരോന്ന് ക്ലീൻ ചെയ്ത് ഓരോ ചെടികളും നല്ല രീതിയിൽ ഭംഗിയിൽ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്പോൾ ഒട്ടും സമയമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ച് ഫിഷ് ടാങ്കിൽ വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ്, ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതും കട്ട് ചെയ്ത് അതും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫിഷ് ടാങ്കിൽ വെക്കാമെന്ന് കരുതി. നേരത്തെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇഷ്ടംപോലെ സമയം എനിക്ക് കിട്ടുമായിരുന്നു വെറുതെ വീട്ടിൽ നിൽക്കുന്ന ഒരു ടൈമിൽ. ഇപ്പോൾ പിന്നെ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് മക്കളുമാർ വളർന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങിയിട്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിനൊന്നും നേരമില്ല കേട്ടോ. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം, നമുക്ക് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഒരു ജോലി അതിന് ശേഷം ഇൻഷാ അല്ലാ ഇനി ഇതുപോലെ തന്നെ ഗാർഡൻ വേണം. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എനിക്കുണ്ട്. ഏതൊക്കെ രീതിയിൽ വേണം എൻ്റെ വീട് നിൽക്കേണ്ടത് എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാം ചെയ്യണം ഇൻഷാ അല്ലാ. അതിനെല്ലാം റബ്ബ് എനിക്കും നമുക്കെല്ലാം ഓരോരുത്തർക്കും റബ്ബ് ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. ശേഷം ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. മക്കളുമാരെല്ലാം ഇങ്ങനെ എപ്പോഴും നിരത്തി ഇടും. എത്ര ഒതുക്കിയാലും കുറേയൊക്കെ അങ്ങനെ ഇതായി കിടക്കും. ഫോൺ കുത്തിയിട്ടതിന് ശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു. അതിനുശേഷം നിസ്കരിക്കുകയാണ് കേട്ടോ. ളുഹർ നിസ്കാരമാണ്. അങ്ങനെ നിസ്കരിച്ച് കുറേ നേരം സലാത്തും ദിക്റൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി അതിലിരുന്നു. നിസ്കാരപ്പായിൽ നിസ്കരിച്ചതിന് ശേഷം ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മനസ്സമാധാനമാണ്. അതിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നത്തില്ല. എത്രയൊക്കെയാണെങ്കിലും അതിലിങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ തന്നെ എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അപ്പോൾ നിസ്കാരപ്പായിൽ ഇരുന്നപ്പോൾ ഉമ്മച്ച എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തന്നിരുന്നു കേട്ടോ. അങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് മക്കളുമാർ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ ടി വി കണ്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡാണ് ഇത് കേട്ടോ. ചീനിയുടെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡും കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ വന്ന് കുറച്ച് നേരം എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് എന്ന് നോക്കി. എൻ്റെ മോനിക്ക് സ്കിന്നിന് ചെറിയ ഒരു ഇത് വരുന്നുണ്ട്. സ്കിന്നിൽ ചെറിയ കളർ വ്യത്യാസം പോലെ വന്നതാണ്. ഞാൻ കരുതി അത് അവനിക്ക് വൈറ്റമിൻ്റെ കുറവായിരിക്കുന്നു. പക്ഷേ അത് വൈറ്റമിൻ്റെ കുറവായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ അവനിക്ക് അതിനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം എനിക്ക് പനിയായിരുന്നു. അങ്ങനെ എൻ്റെ ഗുളികയും കഴിച്ചു, മോനിക്കുള്ള സ്കിന്നിൻ്റെ മരുന്നും ഇട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. ശേഷം ഞാൻ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് എനിക്ക് പഠിക്കേണ്ടത് അതെല്ലാം നോക്കി. പിന്നീട് ക്ലാസ്സിൽ ഇന്നും ഡെയിലി പിള്ളേർ മിഠായി ഇങ്ങനെ തരും.
ഷുഗർ കട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഈ 2026 ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇതുവരെ ഞാൻ ഷുഗർ അന്ന് മുതൽ ഇന്ന് വരെ കഴിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ പിള്ളേരെ ഇങ്ങനെ തരുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ ഇന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ കഴിക്കില്ല എന്ന്. അത് കഴിക്കാതെ നോക്കട്ടെ, പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അത് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് കൺട്രോൾ ചെയ്തേ പറ്റൂ. അപ്പോൾ പിന്നെ അതിനുശേഷം ആ മിഠായി എൻ്റെ മക്കളുമാർക്കും കൂടെ കൊടുത്തതിന് ശേഷം ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. കുറച്ചൊക്കെ ടെസ്റ്റ് പേപ്പറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പർ ഇടുന്നത് കൊണ്ട് കുറേയൊക്കെ വായിച്ച് ഇങ്ങനെ പോകും കേട്ടോ. ടെസ്റ്റ് പേപ്പർ ഇല്ലെങ്കിൽ പുസ്തകം തുറക്കാറ് പോലും ഇല്ല. അത്രമാത്രം പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ നേഴ്സിങ്ങിന് പഠിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ പഠിക്കണമല്ലോ. നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം എല്ലാം അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരെ ഒന്ന് കെയർ ചെയ്യാൻ പറ്റൂ. അപ്പം അത് പഠിക്കുകയാണ്. കുറേ നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോയത്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് എന്നിൽ. എങ്ങനെയാണ് ഞാൻ ഈ നേഴ്സിങ്ങിൽ എത്തിപ്പെട്ടതെന്നും ഒട്ടും ആഗ്രഹിക്കാത്ത, ഒട്ടും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വന്നെത്തിയത്. അതിൻ്റെ അർത്ഥം തന്നെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലല്ല റബ്ബ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം. അത് എന്നിൽ തന്നെ അത് മനസ്സിലായി. എനിക്കത് മനസ്സിലായി. നമ്മൾ മറ്റെന്തിനും വേണ്ടി റബ്ബിനോട് നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് ദുആ ചെയ്യും. പക്ഷെ അത് നമുക്ക് നടക്കണമെന്നില്ല, അല്ലേ? നമുക്കത് എത്തിച്ചു തരണമെന്നില്ല. അതിലെന്തെങ്കിലും ഒരു ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് റബ്ബ് അത് നമ്മളിലേക്ക് അടുപ്പിക്കാത്തത് എന്ന് എനിക്ക് 100% ഞാനിപ്പം വിശ്വസിക്കുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കും, അയ്യോ എംകോം എടുത്തിട്ട് നഴ്സിങ്ങിന് പോയോന്ന്. പക്ഷേ എംകോമിന് ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല എന്നുള്ളത് അവർക്കും അറിയില്ല. അതും ഞാൻ തനിയെ പഠിച്ചെഴുതിയതാണ്. അപ്പം എന്നിലുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പം ഞാൻ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട്. വൈകുന്നേരം ട്യൂഷന് അതിനുശേഷം മക്കളുമാർ വന്നു, അവരെയും പഠിപ്പിച്ചു. മാരിബായി. ഇപ്പം ഞാൻ മാരിബിൻ്റെ അങ്ങനെ ഖുർആനൊക്കെ ഓതി. അപ്പോഴത്തേക്ക് ഇക്ക വന്നിരുന്നു. അങ്ങനെ ഇക്കാക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.